നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വാഴുന്നവരുടെ കൈകൾ ശുദ്ധമാണ്. മുച്ചൂടും മുടിക്കാൻ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്ന KM എബ്രഹാമിനെ ക്യാബിനറ്റ് പദവി കൊടുത്ത് വാഴിക്കാനുള്ള നീക്കം കണ്ടില്ലേ? വാഴുന്നോര് ഒരു മുഴം മുന്നേ എറിഞ്ഞതാണ്. സെക്രട്ടേറിയറ്റിലെ ക്ലോസറ്റിൽ തന്നെ ശേഷിച്ച കാലം കൂടി ഒന്നും രണ്ടും സാധിക്കാനും പ്രതിമാസം അതിന് 5 ലക്ഷം പ്രതിഫലം കിട്ടുകയും ചെയ്യണമെന്ന് ശാഠ്യം പിടിച്ചാൽ എന്തു ചെയ്യാനാകും? വാഴുന്നോരുടെ ഉത്തരവല്ലേ അടിമകൾ പഞ്ചപുച്ഛമടക്കി അനുസരിക്കുക. എതിർപ്പുണ്ടെങ്കിലും പാർട്ടി സെക്രട്ടറിയും മൗനത്തിലിരിക്കുക. പിണറായി വിജയന്റെ കുരുട്ടു ബുദ്ധിയിൽ തെളിഞ്ഞ ഐഡിയയാണ് KM എബ്രഹാമിന്റെ ക്യാബിനറ്റ് പദവി. പൊളിച്ചടുക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ. കൈകൾ ശുദ്ധമെന്ന് തെളിഞ്ഞില്ലേ എന്ന് ശക്തിധരൻ പരിഹസിക്കുകയാണ്. സംസ്ഥാനത്ത് 23 വാർഡുകളിലേക്ക് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനെയും BJPയെയും ഞെട്ടിക്കുന്നതാണ് എന്നതിൽ സംശയമില്ല. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്നതിൻ്റെ പരിച്ഛേദം ഈ ഫലത്തിലുണ്ടെന്ന് വിജയശ്രീ ലാളിതരായ പാർട്ടികൾ പോലും കരുതുന്നുണ്ടെങ്കിലും ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്ന സന്ദേശത്തെ പാടെ അവഗണിക്കാൻ തോറ്റവർക്കാകില്ല. മണ്ഡലാടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇതായിരിക്കില്ല ഫലം എന്നത് വെറും മുട്ടാപ്പോക്ക് വാദമാണ്, കണ്ണിൽ പൊടിയിടലാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ തോറ്റ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും ജനങ്ങൾ വെറുക്കുന്നുവെന്നത് തുറന്ന് സമ്മതിക്കാൻ എന്തിനു മടിക്കണം? ജനങ്ങൾ അവരുടെ ചങ്കാണ് പറിച്ചു കാണിച്ച ജയിച്ച ചിഹ്നങ്ങൾ. അതേസമയം ചിലരുടെ ക്ഷുദ്ര പ്രവർത്തനം കാരണം കേരളത്തിലാകെ ഒരു സാമുദായിക അടിയൊഴുക്കുണ്ടെന്ന പ്രചാരണം കുറച്ച് നാളായി ശക്തമായുണ്ട്. അത് തെറ്റോ ശരിയോ ആകാം. ഈ ഫലത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. എങ്ങനെയാണ് ജനങ്ങൾ പൊടുന്നനെ ഇങ്ങനെ കീഴ്മേൽ മറിയുന്നത്? ഇതാണ് യഥാർത്ഥ വിധിയെങ്കിൽ ഇരു കൈ ഉയർത്തി അത് സ്വീകരിക്കണം. മറ്റേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മലർത്തിയടിച്ച് കാണിച്ചു തരാമെന്ന് വാദിക്കുന്നത് മൗഢ്യമാണ്. ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെ നല്ലൊരു നാളേക്ക് വേണ്ടി ജീവനും ചോരയും ചിന്തിയ ധീരരുടെ സ്വത്താണ് നമ്മൾ വിയർപ്പൊഴുക്കാതെ ഇന്ന് വലിച്ചുവാരി തിന്നുന്നത്. അധികാരപ്രമത്തതയിൽ സമനില തെറ്റിയ ഭരണാധികാരിയും ആർത്തിപ്പണ്ടാരങ്ങളായ അയാളുടെ കുടുംബവും OV വിജയന്റെ ധർമ്മപുരാണത്തിൽ നിന്ന് പുനർജനിച്ച കുറെ മ്ലേച്ഛ കഥാപാത്രങ്ങൾക്കും വേണ്ടിയാണ് നിസ്വരായ അവർ എല്ലാം ത്യജിച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ചെറുക്കാൻ ഇപ്പോഴുള്ള വെടിമരുന്ന് പോരാ. ഇപ്പോൾ ഉച്ചഭാഷിണികളിലെ സിംഹഗർജനമാണ് ഇടതടവില്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും മുക്കുപണ്ടമാണ്. സെക്രട്ടേറിയറ്റിൽ ചീഫ് സെക്രട്ടറിയായി 8 വർഷം മുൻപ് അടുത്തൂൺ പറ്റിയ കണ്ടത്തിൽ മാത്യു എബ്രഹാമിന് ഇനിയും സെക്രട്ടേറിയറ്റിലെ ക്ലോസറ്റിൽ തന്നെ ശേഷിച്ച കാലം കൂടി ഒന്നും രണ്ടും സാധിക്കാനും പ്രതിമാസം അതിന് 5 ലക്ഷം പ്രതിഫലം കിട്ടുകയും ചെയ്യണമെന്ന് വാശി പിടിച്ചാൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ. നേരെ വയനാട്ടിൽ കാത്തിരിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. അതേ ഇനി വഴിയുള്ളൂ. ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിട്ടിഴയുന്ന അഭിമാനബോധം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു കൂട്ടരുടെ വോട്ടാണ് ഇവിടെ ജനാധിപത്യത്തെ തോൽപ്പിച്ചത്. അതും കൂടി ചേർന്നതാണ് നമ്മുടെ സമൂഹം എന്നതിൽ തർക്കമില്ല. ജനങ്ങൾ പട്ടിണിയിലും പഞ്ഞത്തിലും കഴിയുമ്പോൾ അഗതി പെൻഷൻ പോലും മാസങ്ങളായി കിട്ടാൻ പോക്കില്ലാതെ ഭരണകൂടം ഉഴലുമ്പോൾ ഖജനാവ് കൊള്ളയടിച്ച മകൾ ജയിലിൽ അടയ്ക്കപ്പെടാതിരിക്കാൻ മണിക്കൂറിന് ദശലക്ഷം വെച്ച് വക്കീൽ ഫീസും മുഖ്യമന്ത്രിയുടെ അഭീഷ്ടത്തിനൊത്ത് ഭരണചക്രം തിരിച്ചു കൊള്ള നടത്തി കപ്പം കൊണ്ടു കൊടുക്കാൻ സേവക പരീക്ഷയായി രാജഭരണകാലത്തെ പോലെ മുച്ചൂട് മൂടിക്കാൻ വേഷം കെട്ടി നിൽക്കുന്ന കണ്ടത്തിൽ മാത്യു എബ്രഹാംമാരും ഇതിൽ ഒരു രോഷവുമില്ലെങ്കിൽ കൊണ്ട് കളഞ്ഞുകൂടെ കേരളത്തെ അറബിക്കടലിൽ? വാഴുന്നോരുടെ കൈകൾ എത്ര ശുദ്ധം! ഇതായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ്. വലിയ അമർഷമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. KM എബ്രഹാം വിഷയം വലിയ ചർച്ചയായി മാറുകയാണ്. പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാൻ തീരുമാനിച്ചത് എന്തിനാണ്? മന്ത്രിസഭാ യോഗത്തിലാണ് സർക്കാർ പ്രധാനപ്പെട്ട തീരുമാനമെടുത്തത്. മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ KM എബ്രഹാം നിലവിൽ കിഫ്ബി CEOയുടെ ചുമതലയും വഹിക്കുന്നുണ്ട്. 1982 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് KM എബ്രഹാം. കിഫ്ബി CEO എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് തടയുകയാണ് ക്യാബിനറ്റ് പദവി കൊണ്ട് സർക്കാർ അർത്ഥമാക്കുന്നത്. കിഫ്ബി വിവാദത്തിൽ എബ്രഹാമിനെതിരെ എപ്പോൾ വേണമെങ്കിലും നടപടി ഉണ്ടാകാം. ഇത് പ്രതിരോധിക്കാൻ ക്യാബിനറ്റ് റാങ്ക് അല്ലാതെ മറ്റൊരു വഴിയില്ല. മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി M ശിവശങ്കറിനെ പോലെ അല്ല KM എബ്രഹാം. മൂപ്പർക്ക് പണി നന്നായി അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്ത ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് KM എബ്രഹാം. ചീഫ് സെക്രട്ടറിയായി വിരമിച്ചതിന് പിന്നാലെ KM എബ്രഹാമിനെ കിഫ്ബി CEO ആയി നിയമിച്ച സമയത്ത് വലിയ ചർച്ചകളുണ്ടായിരുന്നു.
പെൻഷനും കിഫ്ബി ശമ്പളവും ഒരുമിച്ച് വാങ്ങാമെന്ന വ്യവസ്ഥയോടെയുള്ള നിയമനമാണ് വിവാദത്തിനിടയാക്കിയത്. എന്നാൽ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന താൽപ്പര്യമാണ് ഇവിടെയും KM എബ്രഹാമിന് തുണയായത്. അടുത്തിടെ സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ കേന്ദ്രത്തിൽ ചർച്ചയ്ക്ക് പോയ ധനമന്ത്രിക്കും സെക്രട്ടറിക്കും ഒപ്പം KM എബ്രഹാമിനെയും ഉൾപ്പെടുത്തിയതും മുഖ്യമന്ത്രി പ്രത്യേക താൽപ്പര്യപ്രകാരമായിരുന്നു. ഇപ്പോൾ ക്യാബിനറ്റ് റാങ്ക് കൂടി ലഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ചീഫ് സെക്രട്ടറിക്ക് സമാനമായ പദവിയാണ് KM എബ്രഹാമിൻ്റേത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന ആരോപണം KM എബ്രഹാമിനെതിരെ നേരത്തെ ഉള്ളതാണ്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. 2015 ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയാണ് കക്ഷികളുടെ വാദം പൂർത്തിയാക്കി ജസ്റ്റിസ് K. ബാബു വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് 2018 നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് KM എബ്രഹാമിനെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കേസുണ്ട്. ഇതിനിടെയാണ് CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ശമ്പളത്തേക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ അടയ്ക്കുന്നത് എങ്ങനെയെന്ന് മറുപടി പറയാൻ KM എബ്രഹാമിനോട് ജസ്റ്റിസ് K. ബാബു വാദത്തിനിടയിൽ ആവശ്യപ്പെട്ടു. കോളേജ് പ്രൊഫസർമാരായിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും പെൻഷൻ കിട്ടുന്ന രൂപയുടെ സഹായത്താലാണ് ലോൺ അടച്ച് തൻ്റെ ജീവിതം കഴിച്ചു മുന്നോട്ട് നീക്കുന്നത് എന്ന് KM എബ്രഹാം കോടതിയിൽ പറഞ്ഞു. എന്നാൽ KM എബ്രഹാമിൻ്റെ അച്ഛനമ്മമാർ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു പോയിട്ടും അത് മറച്ചു വെച്ചിട്ടാണ് കോടതിയിൽ കള്ളം പറഞ്ഞതെന്ന് ഹർജിക്കാരൻ വാദിച്ചിരുന്നു. ഇതുമാത്രമല്ല, വലിയ ആഡംബരത്തോടെയാണ് KM എബ്രഹാമിൻ്റെ മക്കളുടെ വിവാഹം നടത്തിയത്. ഇതേക്കുറിച്ചും കോടതിയിൽ ചോദ്യം വന്നപ്പോൾ KM എബ്രഹാമിൻ്റെ മറുപടി ബന്ധുക്കളുടെ അടുത്ത് നിന്ന് പിരിവെടുത്താണ് മക്കളുടെ കല്യാണം നടത്തിയതെന്നാണ് മറുപടി പറഞ്ഞത്. ഇത്തരത്തിലൊരു കള്ളനാണ് ക്യാബിനറ്റ് പദവി നൽകി മുഖ്യൻ വലിയ തലപ്പൊക്കത്തിൽ കൊണ്ടുവയ്ക്കാൻ നോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.